ഇതുപോലെ ബാഗിൽ ഡ്രസ്സ് നിറച്ച് അമ്മ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് നാളായി. ഇതിപ്പോ എന്തിനാ വീഡിയോയിൽ പറയണേ? അതല്ല ഇപ്പൊ ചിന്തിച്ചത്. നിക്ക് പറയട്ടെ. തൃശൂർ ഇരിഞ്ഞാലക്കുടക്കടുത്ത് താഴേക്കാട് എന്ന സ്ഥലത്ത് സെബസ്ത്യാനോസ് പുണ്യാളുടെ ഒരു ഹിസ്റ്റോറിക്കലായ വളരെ വലിയൊരു പള്ളിയുണ്ട്. പണ്ട് പോർച്ചുഗീസുകാര് സെബസ്ത്യാനോസ് പുണ്യാളുടെ 3 രൂപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അവ 3ഉം എവിടെ വെക്കണമെന്ന് ആകെ തർക്കമായി. പിന്നീട് കേരളത്തിലെ 3 പ്രമുഖ പള്ളികളായ കാഞ്ഞൂരും അർത്തുങ്കലും താഴേക്കാടുമായി ഇവ 3ഉം പ്രതിഷ്ഠിച്ചുവെന്നും ചരിത്രം പറയുന്നു. എല്ലാ വർഷവും മെയ് 2-നും 3-നും ഈ പള്ളിയിലെ പെരുന്നാളാണ്. എന്റെ അമ്മ വീട് ഈ ഭാഗത്തായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാൾ ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പെരുന്നാളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ വാ, നമുക്കൊന്ന് പെരുന്നാൾ കൂടിയിട്ട് വരാം. എന്നും അമ്മ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ എന്നെ കാത്ത് എന്റെ ആങ്ങളുടെ 3 ക്രാങ്ങൾ നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇസബൽ, ഞാൻ എസ്തർ. ഇനി ഇവരായിരിക്കും ഈ വീഡിയോ ഭരിക്കാൻ പോകുന്നത്. പെരുന്നാൾ പലഹാരങ്ങളില്ലാണ്ട് എന്ത് പെരുന്നാളല്ലേ. അച്ചപ്പം, കൊഴലപ്പം, വട്ടയപ്പം എല്ലാം ഉണ്ട്. തൃശ്ശൂർ ഭാഗത്ത് ഈ അമ്പ് പെരുന്നാളിന്റെ സമയത്ത് ഞങ്ങൾ പിണ്ടി പെരുന്നാളും കൂടി ആഘോഷിക്കും. വാഴപ്പിണ്ടിയില് ഇറുക്കില് കമ്പ് കൊണ്ട് അരങ്ങെല്ലാം ചുറ്റി അലങ്കരിക്കുന്ന ഒരു തരം ആഘോഷമാണത്. ഇങ്ങനെ ഇരുന്ന പിണ്ടി കുറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളിതാ ഇങ്ങനെയാക്കി. ഞെട്ടിയോ? ഈ കാണുന്നതെല്ലാം വാഴപ്പിണ്ടിയിൽ ചെയ്തു തീർത്ത അലങ്കാരങ്ങളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ മലബാർ പഠിക്കാൻ പോയപ്പോഴാണ് തൃശ്ശൂർ മാത്രമേ ഈ പിണ്ടി പെരുന്നാളുള്ളൂ എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് അമ്പും കൊണ്ടൊക്കെ വന്നു. ഈ കാണുന്നെല്ലാം കുറച്ചധികം പേർക്ക് നൊസ്റ്റാൾജിക് മൊമെന്റ്സ് വരുന്ന കുറച്ച് കാഴ്ചകളായിരിക്കും. വൈകുന്നേരം നല്ല മഴയായതുകൊണ്ട് പ്രദക്ഷിണത്തിന് പോകാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ കൈ കിട്ടിയ കമ്പിത്തിരിയും ബൂത്തിലൊക്കെ കത്തിച്ച് ഞങ്ങൾ അതങ്ങ് ആഘോഷമാക്കി. താഴേക്കാട് പള്ളിയില് മെയ് 2-ാം തീയതി രാത്രി പ്രദക്ഷിണത്തിന് ശേഷം എല്ലാ ബാൻഡ് സെറ്റുകാരും കൂടി ഒരുമിച്ച് നിന്ന് നല്ല അടിപൊളിയായിട്ട് ബാൻഡ് മേളം ഉണ്ടാവും. ഈ ആമയും സിമയിലൊക്കെ നമ്മൾ അവസാന ക്ലൈമാക്സ് സീൻ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു വൈബ. പൊന്നന്റെ ചെണ്ടകുട്ടനും കൂടി നൃത്തം വെച്ചപ്പോ മെയ് 2-ാം തീയതി അമ്പ് പെരുന്നാള് അങ്ങ് ആഘോഷമായി. എല്ലാ തരം അടിയും പള്ളി പെരുന്നാളുകൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കാം. ഇനി മെയിൻ പെരുന്നാളിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ ശരി, ദിസ് ഇസ് ഷാലിൻ ഹിയർ.